സംഘടനയെ നിരോധിക്കാതെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കേരളത്തിന്റെ നവോത്ഥാനമോ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചെറുപ്പത്തിലെ തന്നെ മനുഷ്യരെ കൊല്ലാനുള്ള ട്രെയിനിങ് പോപ്പുലർ ഫ്രണ്ട് ഭീകരര് രാത്രി പട്ടിയെ വെട്ടി പകല് മനുഷ്യനെ വെട്ടി അങ്ങനെ പരിശീലിക്കുന്നതിനേക്കാൾ ക്രൂരമായി മനുഷ്യനെ എവിടെ അടിച്ചാലാണ് അവര് വീഴുന്നത്, എവിടെ അടിച്ചാലാണ് അവരുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നത്, ഇരുമ്പ് വടി കൊണ്ട് ഒരു യുവാവിന്റെ ശരീരത്തിൽ ഏത് ഭാഗത്ത് അടിക്കാം എന്ന് വളരെ കൃത്യമായി കില്ലിംഗ് സ്ക്വാഡുകൾക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടാണ് ഇവര് കോളേജുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് 51 വെട്ടുവെട്ടി എത്ര പേരെ വേണമെങ്കിലും വെട്ടാമെന്ന തലത്തിലേക്ക് ഇവരെത്തുന്നത്. ആലോചിക്കണം. രഞ്ജിത്ത് ശ്രീനിവാസനെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട്, അയാളുടെ വീട്ടിലേക്ക് കയറി ഒന്നാമത്തെ അടി അടിച്ചത് അദ്ദേഹത്തിന്റെ തലയിലാണ്, ഇരുമ്പ് കൂടം കൊണ്ട്. കണ്ണുകൾ രണ്ടും തെറിച്ചു പോയി, തലയോട്ടി പൊട്ടി, തലച്ചോറ് പുറത്തു വന്നു. അവരുടെ വീട് മുഴുവനും ചിതറി. ആ രൂപത്തിലായിട്ട് പോലും വീണ്ടും മറ്റു 11 പേര് ഒന്നാമത്തെ ആൾ നസീർ എന്ന് പറയുന്ന ആളാണ് തല അടിച്ചു പൊട്ടിക്കുന്നത്. മറ്റെല്ലാവരും ഒരു തരം പ്രതിഷേധം പോലെ, പ്രതികാരം പോലെ ആ ചേതനയറ്റ ശരീരം പോലും വിടാതെ 11 പേരുടെയും വാളുകൾ ആ മനുഷ്യന്റെ ശരീരത്തിൽ കയറി ഇറങ്ങി വെട്ടിയെന്നാ പറഞ്ഞത്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പറയാൻ വാക്കുകളില്ലാതെ അയാൾ ജനം ടിവിയിൽ വന്നിരുന്നിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നു, ഇതെനിക്കിവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു മാധ്യമവും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത് കൊണ്ട്, ഒരു മാധ്യമവും ഇതിന്റെ ക്രൂരതയെ സംബന്ധിച്ച് ഈ ഭീകരമായ ദൃശ്യങ്ങൾ എണ്ണി പുറത്തു പറയാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഇത് പങ്കുവച്ചേ മതിയാകും. നമുക്കത് കേട്ടിരിക്കാൻ പറ്റില്ല. 13 മിനിറ്റോളം ആ വീട്ടിനകത്ത് ആ ഹാളിൽ നടന്ന ഭീകര ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കുന്നത് പോലെയാണ് മനുഷ്യൻ പറഞ്ഞത്. കേരളത്തിലെ ക്യാമ്പസുകള് പഠിക്കാനുള്ള ഇടം എന്നത് എത്രയോ നാളായി തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഠിക്കാൻ ഒരിടം എന്ന അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ ഒരു ആശയം തന്നെ കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാര്യമാർക്ക് ജോലിക്ക് കയറാനും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും മാത്രമുള്ള ചാവേറുകളെ സൃഷ്ടിക്കാനുള്ള കേന്ദ്രമായി മാത്രം കോളേജ് ക്യാമ്പസുകൾ മാറുവാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം ഇതൊക്കെ സർവ്വസാധാരണമായി കോളേജുകളിൽ കണ്ടുവരുന്നുണ്ട്. ഇതുപോലെയുള്ള കോളേജുകൾ, ഇത് ഭരിക്കുന്ന നമ്മുടെ പാർട്ടി വൃത്തങ്ങൾ എന്തിനാണ് നമുക്ക് ഇത്തരം ആലയങ്ങൾ? നമുക്ക് തോന്നിപ്പോകുവാണ്. SFI എന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കുന്നതിന് മുമ്പേ നിരോധിക്കണം. ഇനി SDPI എന്ന ഭീകര സംഘടനയെ നിരോധിക്കുന്നതിന് മുമ്പ് നിരോധിക്കേണ്ടുന്ന ഒരു സംഘടനയായി ഇവര് മാറിയിട്ടുണ്ട്. ഈ കൊടും ക്രിമിനലുകളായ ഇതിന്റെ നേതാക്കന്മാർ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവരാണ്. സിദ്ധാർത്ഥന് വെള്ളം പോലും കൊടുക്കാതെ 3 ദിവസം പീഡിപ്പിച്ചു കൊന്ന ആളുകളൊക്കെ ജയിലിൽ കിടന്ന് പുഴുത്തു മരിക്കേണ്ടവരാണ്. പക്ഷേ സിദ്ധാർത്ഥന്റെ വിഷയം മീഡിയ പവർ കൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നത്. അറിയാതെ ഇടിമുറികളിൽ കിടന്ന് എത്ര പേര് മരിക്കുന്നുണ്ടാകും നമ്മുടെ ക്യാമ്പസുകളിൽ? എത്ര പേർക്ക് അത് തുറന്നു പറയാൻ ധൈര്യം ഉണ്ടാകും? അല്ല, ഈ ക്യാമ്പസിൽ തന്നെ ഇതിന് തൊട്ട് മുൻപ് ഒരു പയ്യൻ ബൈക്ക് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെയും കൊന്നതാണ് എന്ന രീതിയിലൊക്കെ തെളിവ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇന്തിഫാദ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള യൂണിയൻ അവരുടെ ആ ഒരു കലാപരിപാടിക്ക് നടത്തിയ അതിന് കൊടുത്ത പേരായിരുന്നു ഇന്തിഫാദ എന്നുള്ളത്. ഈ ഇന്തിഫാദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് കൃത്യമായിട്ടും ഇന്ന് മലയാളി അറിഞ്ഞത് സത്യത്തിൽ ഓൺലൈൻ ചാനലുകാരുടെയും മറ്റൊരു വേർഷനായിട്ടുള്ള ജനം TV ആയാലും നമ്മുടെ ഓൺലൈൻ ചാനലുകാരായാലും അവർ നിരന്തരം വാർത്ത കൊടുത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും അവിടുത്തെ ആ കോളേജുമായി സർവകലാശാലയുമായി ബന്ധപ്പെട്ട അതിന്റെ അധികാരികൾ അതവിടെ നടക്കില്ല എന്ന് കൃത്യമായിട്ടും പറഞ്ഞു. അത് പിൻവലിക്കേണ്ടി വന്നു. ക്ഷമിക്കേണ്ടതല്ല. എന്തായിരുന്നു ഇന്തിഫാദ എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ എല്ലാവരും കണ്ടതാണ്. പലസ്തീൻ ഇസ്രായേലിനോട് ചെയ്യുന്ന ആ ഒരു യുദ്ധം, നമ്മളൊക്കെ യുദ്ധ കാഹളങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പട്ടാളത്തിൽ തന്നെ ഓരോ വിങ്ങുകൾക്കും പ്രത്യേക യുദ്ധ കാഹളമുണ്ട്. അത്തരത്തിലുള്ള ഒരു യുദ്ധ കാഹളം തന്നെയാണ് ഈ ലോകത്താകമാനം പടർന്ന് പന്തലിച്ചിട്ടുള്ള ഈ ക്യാൻസർ ആയിട്ടുള്ള ഇസ്ലാമിക ഭീകരത. അതിന്റെ മറ്റൊരു വേർഷനായുള്ള പലസ്തീനിലെ ഹമാസ് ആയാലും മറ്റേതൊരു വിഭാഗമായാലും അവർ ഇസ്രായേലിനെതിരെ പുറപ്പെടുവിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ് ഇന്തിഫാദ
ഇന്തിഫാദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കുലുക്കുക, അതല്ലെങ്കിൽ നശിപ്പിക്കുക, ലോകത്താകമാനം ഭീകരത വിതയ്ക്കുക എന്ന ആ അർത്ഥം എങ്ങനെ നമ്മുടെ ഈ സർവകലാശാലയിൽ ഒരു കുട്ടികളുടെ പരിപാടി നടക്കുന്ന, അതല്ലെങ്കിൽ കലാപരമായിട്ട് നടക്കേണ്ട ഒരു പരിപാടിക്ക് വന്നു എന്നുള്ളതും കേരളീയ തനിമയോടുകൂടി തന്നെ ഇത്രയും കാലം നമ്മളെല്ലാവരുടെയും വേദികളിലൊക്കെ നിറഞ്ഞു നിരുന്ന ആ പേരുകൾ മാറിക്കൊണ്ട് ഇന്ന് അറബി ഭാഷയിലുള്ള പേരുകൾ വരിക. കാരണം നമ്മൾക്കറിയാം ഇവിടെ അഞ്ചോത്തുള്ള ആ ഒരു വാഗ്വിളി തന്നെ നമ്മൾക്കറിയാം. എന്നും നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നതാണ്. അഞ്ചോത്ത് വിളിക്കുന്ന അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ആ ബാങ്ക് വിളിയുടെ മലയാളം വേർഷൻ ഒരു ദിവസം എല്ലാവരും കേട്ടാൽ മതി, പിന്നെ എന്താണ് ഇവർ വിളിച്ച് പറയുന്നത് എന്ന് കൃത്യമായിട്ടും ആളുകൾക്ക് മനസ്സിലാക്കാനാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഇവർ, നമ്മൾക്കറിയാം ഇന്നിപ്പോൾ ഈ സൗദിയിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള പ്രവാസികൾ അവരുടെ കാറിന് പിറകിലും അവരുടെ വീടിന്റെ മുൻപിലും ഒക്കെ അറബിയിൽ പല സൂക്തങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ ക്രൈസ്തവനോ അതല്ലെങ്കിൽ ഹിന്ദുവോ മൂന്ന് മതസ്ഥരാണല്ലോ ഇവിടെ പ്രധാനപ്പെട്ടതുള്ളത്. അതുകൊണ്ടാണ് അവരെ മാത്രം പറയുന്നത്. ഇത് മതം തിരിച്ച് പറയുകയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് മറ്റു ചാനലുകൾ ആരും പറയാത്തത് കൊണ്ട് മതം തിരിച്ച് പറയുക തന്നെയാണ്. ഒരു ഹിന്ദുവോ ഒരു ക്രൈസ്തവനോ അവന്റെ വീടിന്റെ മുൻപിലോ അതല്ലെങ്കിൽ അവന്റെ വാഹനത്തിന്റെ പിറകിലോ മുൻപിലോ ഇതുപോലെയുള്ള അവരവരുടെ ആ മത ഗ്രന്ഥത്തിന് പ്രകാരമുള്ള ആ അർത്ഥവാക്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഇതെടുത്തുകൊണ്ട് തുള്ളിക്കളിക്കുന്ന, വാളെടുത്ത് അലറുന്ന ഇസ്ലാമിക നാമധാരികൾ അവരുടെ വീടിന്റെ മുൻപിലും ഈ വാഹനത്തിലും ഒക്കെ എഴുതുന്നത് എന്താണ് എന്ന് പോലും നമ്മൾക്കറിയില്ല. അതിൽ ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഒന്നാണ് സൗദി അറേബ്യയുടെ പതാക ഒട്ടുമിക്ക ഇസ്ലാമിക പ്രവാസികളുടെയും കാറിന്റെ പിറകിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇവൻ കൃത്യമായിട്ടും ഏതെങ്കിലും ഒരു കാലത്ത് ഭാരതത്തിന്റെ പതാക ഏതൊക്കെ കളറാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇവൻ അറിയുമായിരിക്കും. 3 കളർ ഉണ്ട് എന്ന് പറയുമായിരിക്കും. പക്ഷെ അതിന്റെ ഓർഡർ കൃത്യമായിട്ടും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജനഗണമംഗളം പാടിയ കോൺഗ്രസ്സുകാരുടെ അതേ അവസ്ഥയായിരിക്കും ഇവർക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ തന്റെ പെറ്റ നാടിന്റെ, തന്റെ മാതൃരാജ്യത്തിന്റെ പതാക പോലും അപമാനിച്ചുകൊണ്ട് താൻ ജോലി ചെയ്യുന്ന രാജ്യം, അതിനെ അവർ വാഴ്ത്തുന്നത് അന്നം തരുന്ന രാജ്യം എന്നാണ്. ഈ അന്നം തരുന്ന രാജ്യത്ത് ജോലി ചെയ്യുന്ന ചങ്ങാതിയുടെ കുടുംബങ്ങൾ പൂർണ്ണമായിട്ടും കാലുറപ്പിച്ച് നിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ വീട് നിർമ്മിച്ച് സുഖവാസം ഒരുങ്ങുന്നത് ഈ ഭാരതത്തിലാണ് എന്നുള്ളത് അവർ വിസ്മരിക്കുകയാണ്. അവർക്ക് വരുന്നത് അന്നം തരുന്ന അറബ് രാജ്യങ്ങൾ എന്ന് തന്നെയാണ്. അന്നം തരുന്ന നാട് എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അന്നം തരുന്ന മുസ്ലിം രാജ്യങ്ങൾ എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. വേറെ ഏതെങ്കിലും ക്രൈസ്തവ രാജ്യമോ അതല്ലെങ്കിൽ ഹിന്ദു നാമത്തിലുള്ള രാജ്യങ്ങൾ കുറവായതുകൊണ്ട് അത് ആ വിഭാഗം നമ്മൾക്ക് വിടാം. ക്രൈസ്തവ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളും പറയാറില്ല ഞങ്ങൾക്ക് അന്നം തരുന്ന നാടാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുകഴ്ത്താറില്ല. കാരണം അറബ് രാജ്യങ്ങൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രാധാന്യം കൊടുക്കുക. ഇന്തിഫാദ എന്ന വാക്കിങ്ങോട്ട് കടന്നു വരിക മാത്രമല്ല, ഇടിമുറികളിലൊക്കെ നടക്കുന്നത് അതികൊടൂരമായിട്ടുള്ള താലിബാനെ പോലും നാണിപ്പിക്കുന്ന എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം താലിബാൻ പോലും ഇത്ര ക്രൂരത ചെയ്യാറില്ല, അതല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പോലും ഇത്ര വന്യത ചെയ്യാറില്ല. അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഇത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരത തന്നെയാണ് ഇവിടെ നടമാടിയിട്ടുള്ളത്. എത്രയോ ഇടിമുറികളിൽ എത്രയോ കുരുന്നുകൾ കൊല്ലപ്പെട്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്ന ആളുകൾ ഇന്ന് എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇത് പ്രധാനപ്പെട്ട വിഷയമായി സിദ്ധാർത്ഥ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഓൺലൈൻ ചാനലുകാരുടെ ആ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണെന്ന് 100% 200% വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഗതികെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ ചൊറിഞ്ഞ് ഈ ഇസ്ലാമിക ജിഹാദികളെയും ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി വർഗത്തെയും അതല്ലെങ്കിൽ 6.5 പതിറ്റാണ്ട് കട്ടുപിടിച്ച ഈ അടിമ ഗണ്ടികളെയും ഒക്കെ പച്ചയ്ക്ക് കീറി വെളിച്ചത്തെടുക്കാൻ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ ആരെങ്കിലും വേണ്ടയോ എന്നുള്ള ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടിയാണ് നമ്മളുടെ ഈ പ്രയത്നം എന്നുള്ളത്. അത് മാക്സിമം പ്രേക്ഷകർ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അഭിമാനത്തോടു കൂടി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ശക്തി ഇന്നിപ്പോൾ ഈ കേരളത്തിന്റെ ഏക ശക്തി ഓൺലൈൻ ചാനലുകൾ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രമുഖ പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ അച്ചാരം വാങ്ങിക്കൊണ്ട് നാടിനെ ഒറ്റുന്ന പരിപാടിയായാലും അവന്റെ വീടിനെ ഒറ്റുന്ന പരിപാടിയായാലും ചെയ്തുകൊണ്ട് അവന്റെ കീശ് വീർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മലയാളിക്ക് പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ടുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അവിടെ ഓൺലൈൻ ചാനലുകൾ ചൊറിയാതെ വയ്യയുടെ പ്രസക്തിയൊക്കെ ഒരുപാട് ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് അത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. ഇനി മറ്റൊരു വിഷയം കൂടിയാണ് ഇപ്പൊ ഇന്തിഫാദ നമ്മൾ സംസാരിച്ചു. ഈ ഇന്തിഫാദയെ കൂടാതെ തന്നെ ഇന്നിപ്പോ സിദ്ധാർത്ഥിന്റെ മൊഴികളിൽ, അതായത് കോളേജിൽ ഒരു ജീവനക്കാരന്റെ മൊഴി പോലും പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് അതല്ലെങ്കിൽ പിണറായി വിജയന്റെ ആ ഒരു ശാസനം പേടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ താഴെ തട്ടിലുള്ള മന്ത്രിമാർ